ഒരു തർക്കവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം പാലക്കാട് നഗരസഭയിൽ മറ്റ് രണ്ട് മുന്നണികളെ പോലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഞങ്ങളുടെ സമയമാകുന്ന സമയത്ത് പ്രഖ്യാപിക്കും. ഞങ്ങൾ വലിയ ശുഭപ്രതീക്ഷയിലാണ്, ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 30 വർഷക്കാലം കോൺഗ്രസ് ഭരിച്ച ഈ നഗരസഭയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളും പാലക്കാട്ടിലെ ജനങ്ങൾക്കറിയാം. ഞാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ വെല്ലുവിളിക്കുക. 30 വർഷം അവരുടെ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രം ഭരിക്കുന്ന സമയത്തും പാലക്കാട് നഗരസഭ അവർ ഭരിക്കുന്ന സമയത്തും കൊണ്ടുവന്ന കേന്ദ്ര ഫണ്ടുകളെ സംബന്ധിച്ച് അവർ കണക്ക് പറയട്ടെ. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ പാലക്കാട് നഗരത്തിൽ കൊണ്ടുവന്ന കേന്ദ്ര ഫണ്ട്, വികസന പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവന്ന കേന്ദ്ര ഫണ്ടിൻ്റെ കണക്ക് ഞങ്ങളും വയ്ക്കാം. അതിൽ നിന്ന് നമുക്ക് വിലയിരുത്താം പാലക്കാട്ടിലെ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ സംബന്ധിച്ച് യാതൊരു കൺഫ്യൂഷനില്ല. സമയമാവുന്ന സമയത്ത് 21-ാം തീയതി വരെ നോമിനേഷൻ്റെ സമയമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഗ്രൗണ്ട് ക്ലിയറാണ്. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ അടുത്ത നിമിഷം തൊട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് സമ്പർക്കം നടത്താനും പ്രവർത്തനം നടത്താനുള്ള എല്ലാവിധ സംവിധാനവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മുന്നണികളെ പോലെ സ്ഥാനാർത്ഥിയെ കിട്ടിയാലേ പ്രവർത്തനം നടക്കുള്ളൂ എന്നുള്ള ആശങ്കയൊന്നും BJPയെ സംബന്ധിച്ചോളം പാലക്കാടില്ല. ഈ മറ്റൊന്ന്, ഈ മുൻ ചെയർപേഴ്സൺ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അവർ ഫേസ്ബുക്ക്. അല്ല, അവരെന്നെ ചില മാധ്യമങ്ങളോട് അവരെന്നെ ക്ലിയർ ചെയ്തുവല്ലോ. അവർ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ച സമയത്തും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ നിങ്ങളെല്ലാം പോയിട്ട് പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയല്ലോ. അവർ ഉറച്ച RSSൻ്റെ ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ്. അവർ ഇന്നലെയും വ്യക്തമാക്കിയിട്ടുണ്ട്, ഞാൻ ഈ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകും. പിന്നെ എല്ലാ ആളുകൾക്കും പൊതുരംഗത്ത് വരുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. നിരവധി ആളുകൾ ആത്മകഥകൾ എഴുതുന്ന സമയത്ത് പല കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. അതുപോലെ അവരുടെ 5 വർഷം അവർ നല്ലൊരു വിദ്യാഭ്യാസമുള്ള BJPയെ സംബന്ധിച്ചോളം ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ച ഒരു ചെയർപേഴ്സണാണ്. അവർക്ക് ചെയർപേഴ്സൺ സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത പലതും പല ഭാഗങ്ങളിൽ നിന്നുണ്ടാവും. അത് പൊതുരംഗത്തുള്ള എല്ലാവർക്കും ഉണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് പോയി ചോദിക്കൂ, അദ്ദേഹത്തിനും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അവർ ഫേസ്ബുക്കിൽ പങ്കുവെച്ചു. അത് പാർട്ടിക്കാരുടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഒന്നിനും കൊള്ളാത്തവരാക്കി ഇറക്കി വിട്ടു എന്നുള്ളൊരു ഫേസ്ബുക്കിൽ അത്തരത്തിലുള്ള കമന്റുകളൊക്കെ വരുന്നുണ്ട്. പ്രിയ അജയൻ BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. കഴിഞ്ഞ ടേമിൽ ചെയർപേഴ്സൺ സ്ഥാനത്ത് മാറിയ ശേഷം അവർ BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് എന്നോടൊപ്പം സജീവമായിട്ട് പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. കുടുംബ യോഗങ്ങളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. അവർ പാർട്ടി നിശ്ചയിച്ച പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അവർ പാർട്ടിയിൽ സജീവമാവുന്നതിന് മുമ്പ് തന്നെ അവർ ബിസിനസ് രംഗത്താണ്, അവരുടെ ഫാമിലി ബിസിനസ് രംഗത്താണ്. ആ രംഗത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. അതുകൊണ്ട് ആ രംഗത്തേക്ക് അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് മാറിയെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു കൂടെ നിൽക്കുന്നവർ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളാണെന്ന് മനസ്സിലാക്കി എന്ന് ആ പോസ്റ്റിൽ പറയുമ്പോൾ അത് വളരെ എവിഡന്റ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്, എല്ലാവർക്കും പരസ്പരം വിശ്വസിക്കാൻ പറ്റുമോ? അത് എല്ലാ രംഗത്തും അങ്ങനെയാണ്. മാധ്യമ രംഗത്തും മാത്രമല്ല, പൊതുരംഗത്തും വ്യക്തിപരമായിട്ടുമൊക്കെ നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അവരൊരു ഫേസ്ബുക്കിൽ ഏതെങ്കിലും വ്യക്തിയെ എടുത്ത് പറഞ്ഞോ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞോ, എൻ്റെ സ്വന്തം പാർട്ടി പ്രവർത്തകരാണെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. കൂടെ പാർട്ടിക്കാർ മാത്രമല്ലല്ലോ. പ്രിയ അജയനെ സംബന്ധിച്ചുള്ള അവർ വെറും പാർട്ടിക്കാരായിട്ട് മാത്രം ബന്ധമുള്ള ആളായിരുന്നു. നഗരസഭാ ഓഫീസ് സ്റ്റാഫുമായിട്ട് അവരുണ്ടായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ എന്നുള്ള നിലയിൽ നഗരസഭാ ഓഫീസിലെ ജീവനക്കാരെ സംബന്ധിച്ച് പറയാമല്ലോ. നഗരസഭയിൽ അവർ പൊതുരംഗത്തുള്ള ആളുകളാണ്. അവർ പൊതുരംഗത്ത് ഭാരതീയ ജനതാ പാർട്ടി അല്ലാത്ത ആളുകളോട് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാവും. അത്തരം ആളുകളുടെ എന്നുള്ള ഇതാണെങ്കിലോ. അപ്പോൾ അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കേണ്ട അവർ ക്ലാരിറ്റി. അവർ 100% BJPയുടെ ഏത് ചെയർപേഴ്സൺ വന്നാലും, ഞാൻ നഗരസഭാ വൈസ് ചെയർമാനായിരുന്നു 5 കൊല്ലം. BJPയുടെ 24 കൗൺസിലർമാരെ വെച്ചിട്ട് ഞങ്ങൾ 5 കൊല്ലം പൂർത്തിയാക്കണമെങ്കിൽ ഞങ്ങളുടെ 24 പേര് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണല്ലോ. അപ്പുറത്ത് 28 ഉണ്ടായിരുന്നല്ലോ. ഞങ്ങളെ വീഴ്ത്താൻ കഴിഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാ? ഞങ്ങൾ ഒറ്റക്കെട്ടാ. അവർ വരുത്തിയിട്ടുണ്ടല്ലോ. ചില ചാനലുകൾ അവരോടത്ത് അതിനുശേഷം ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടല്ലോ. ചില ചാനലുകൾ അവരുമായിട്ട് അതിനുശേഷം ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ഞാൻ കണ്ടിരുന്നു. ചില ചാനലുകൾ, ഞാനത് ഏതാ ചാനലെന്ന് ഓർക്കുന്നില്ല, ചില ചാനലുകൾ അതിനുശേഷം അവരെ കണ്ടിട്ടുണ്ട്. അവർ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അവർ പാർട്ടിയോടൊപ്പം തന്നെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് വരുത്തിയിട്ട് ഇതിൽ തന്നെ ഇവിടെ നിൽക്കുന്ന ഞാൻ ചാനലിൻ്റെ പേരെടുത്ത് പറയുന്നു.